ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ അതിശക്തമായ വിധത്തിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കത്തിക്കൊണ്ടിരിക്കവേ എട്ടാം ദിവസം ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞ വാക്ക് എട്ടാം ദിവസം തന്നെ മാറ്റി പ്രവർത്തിക്കുകയും ഒമ്പതാം ദിവസം അതേ മാറ്റം തുടരുകയും ചെയ്ത സാഹചര്യത്തിൽ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം തുടരുന്ന ചിത്രമാണ് ഈ ഞായറാഴ്ച വൈകുന്നേരവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സൗദി അറേബ്യയിൽ തലസ്ഥാനമായ റിയാദിൻ്റെ തെക്ക് ഭാഗത്ത് അൽ ഖർജ് ഗവർണറേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ റെസിഡൻഷ്യൽ ഏരിയകളിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഡ്രോണുകൾ വർഷിക്കപ്പെട്ടു, മിസൈലുകൾ വർഷിക്കപ്പെട്ടു. അവിടെ റെസിഡൻഷ്യൽ ഏരിയകളിലുള്ള 2 പേർ, അതിലൊരു ഇന്ത്യക്കാരൻ, ഒരു ബംഗ്ലാദേശ് പൗരൻ, 2 പേരും കൊല്ലപ്പെട്ടെന്നും 12 പേർക്ക് പരിക്ക് പറ്റിയെന്നും റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അൽ ഖർജിലുള്ള ഒരു എയർബേസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണം നടന്നതെങ്കിലും അത് തെറ്റി റെസിഡൻഷ്യൽ ഏരിയയിലാണ് പോയി വീണത് എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞതെന്ന് വിവിധ വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. UAEയിൽ നിന്ന് 16 ബാലിസ്റ്റിക് മിസൈലുകളെ നിർവീര്യമാക്കി, ഒരെണ്ണം പോയി കടലിൽ വീണു. അതേസമയം ഡ്രോണുകൾ 113 എണ്ണത്തെ UAEക്ക് നിർവീര്യമാക്കാൻ പറ്റി, 4 എണ്ണം കരഭാഗത്ത് വീണു എന്ന അർത്ഥത്തിലും റിപ്പോർട്ട് വരികയാണ്. ഇന്ന് വൈകുന്നേരം 4 മണി കഴിയുമ്പോഴും അബുദാബി ഭാഗത്ത് ഗവൺമെന്റ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കുവൈറ്റിലെ എയർപോർട്ടിന് സമീപമുള്ള ഫ്യൂവൽ ടാങ്കുകൾ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. കുവൈറ്റിലെ എയർപോർട്ടിനടുത്തുള്ള ഫ്യൂവൽ ടാങ്കുകൾക്ക് ആക്രമണം ഏറ്റിട്ടുണ്ട്. ബഹ്റൈനിൽ ഡീസാലിനേഷൻ പ്ലാന്റുകളിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഖത്തറിൽ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും കൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നിങ്ങനെയുള്ള വർത്തമാനങ്ങളാണ് മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ UAE പ്രസിഡന്റ് UK പ്രൈം മിനിസ്റ്ററുമായി ഫോണിൽ സംഭാഷണം നടത്തി. മേഖലയിലെ സമാധാനം സംബന്ധിച്ച്, സുരക്ഷയെ സംബന്ധിച്ച്, ക്രമീകരണങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും സംസാരിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുകയാണ്. ഇറാൻ രാജ്യവ്യാപകമായി കത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് തലസ്ഥാനമായ ടെഹ്റാൻ, അവിടുത്തെ പല ഓയിൽ റിസർവ് ഡിപ്പോകളും ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നെന്നും ആകാശം നിറയെ മേഘാവൃതമെന്നൊക്കെ പറയുന്നത് പോലെ കറുത്ത പുക ഉയരുന്നതായും റിപ്പോർട്ടുകളിൽ CNN, BBC അടക്കമുള്ള മാധ്യമങ്ങൾ പറയുകയാണ്. പലയിടങ്ങളിലും കത്തിക്കൊണ്ടിരിക്കുന്ന തീ, പ്രത്യേകിച്ച് ഈ ഓയിൽ ടാങ്കിലായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അണയ്ക്കാൻ പറ്റില്ല എന്ന രൂപത്തിലാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഫെബ്രുവരി 28 മുതലുള്ള ആക്രമണത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ 1200-ലധികം പേരാണ് ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഔപചാരികമായിട്ടുള്ള കണക്ക് അമേരിക്കയുടെ ചില ഹ്യൂമൻ റൈറ്റ് വാച്ചുകൾ പറയുന്നതാണ് ഈ കണക്ക്. അതിൽ 200ഓളം കുട്ടികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു സ്കൂൾ ആദ്യ ദിവസം തന്നെ ആക്രമിക്കപ്പെട്ടത്, അവിടെ ടീച്ചർമാരടക്കമുള്ളവർ കൊല്ലപ്പെട്ടത്, അതെല്ലാം ഈ കണക്കിൽ ഉൾപ്പെടുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ നിർണായകമായ ദിവസമായിരുന്നു. മാർച്ച് 8 എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞിരുന്നു, പുതിയ നേതാവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള അസംബ്ലി കൂടുന്ന ദിവസം. പുതിയ നേതാവിനെ തെരഞ്ഞെടുത്തു, പക്ഷേ ആ പേര് ഔപചാരികമായി പുറത്തു വിട്ടിട്ടില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ്. കാരണം ആരാണോ പുതിയ സുപ്രീം ലീഡർ, ആ വ്യക്തിത്വത്തെ തിരക്കിക്കൊണ്ട് ഇസ്രായേലും അമേരിക്കയും ഒന്നിച്ചു തന്നെ ആക്രമണത്തിന് തയ്യാറെടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ പേര് വളരെയധികം നിശബ്ദമാക്കി വച്ചിരിക്കുന്നു, അത് രഹസ്യമാക്കി വച്ചിരിക്കുന്നു. ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിക്കുന്നില്ല എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നതെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സൂചിപ്പിക്കുകയാണ്. കൂട്ടത്തിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി എന്ന് പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ നേതാവിനെ ഞങ്ങൾ തിരഞ്ഞെടുക്കും, ട്രംപ് അല്ല തിരഞ്ഞെടുക്കേണ്ടത്, അത് ആരാണെങ്കിലും ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളാം, ട്രംപ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് ഇന്നും പറഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരികയാണ്. ഇങ്ങനെയൊക്കെ അതിശക്തമായ ആക്രമണത്തിന് ഇരയായി ടെഹ്റാൻ, ഇറാൻ മുന്നോട്ട് പോകുമ്പോഴും ടെൽ അവീവിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ 10 സ്ഫോടന ശബ്ദങ്ങൾ ഇന്ന് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ അവീവിൽ കേട്ടു എന്നുള്ളതാണ്. ഇത് ഇസ്രായേലി ആർമി തന്നെ പറയുകയാണ്. മാത്രമല്ല 2000ഓളം ആളുകളെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നത് പോലെ ഒഴിപ്പിച്ച് മാറ്റി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നും പറയുന്നു. ഇതിൽ പരിക്ക് പറ്റിയവരും അല്ലാത്തവരും സുരക്ഷിതമായിട്ട് ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടവരും ഒക്കെ ഉണ്ടെന്നും 9 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും 40-ലധികം പേർക്ക് വളരെ കാര്യമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുകയാണ്. ഇറാനിൽ നിന്നും മിസൈലുകൾ ടെൽ അവീവിനെ ലക്ഷ്യമാക്കി വന്നെന്നും ഇസ്രായേലി സേന അവയൊക്കെയും നിർവീര്യമാക്കിയെന്നും 10 വലിയ സ്ഫോടന ശബ്ദങ്ങളാണ് ഇന്ന് തലസ്ഥാനത്ത് കേട്ടതെന്നും മറ്റു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അങ്ങനെയിരിക്കവേ ഇസ്രായേൽ ലെബനോനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം, അതിൽ ഇതുവരെ 400-ലധികം പേരാണ് കൊല്ലപ്പെട്ടതെന്ന് പുതിയ റിപ്പോർട്ട് പറയുന്നു. മാത്രമല്ല ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇറാനികൾക്ക് മേൽ ഒരു നിർദ്ദേശം പോലെ കൊടുത്തിരിക്കുന്നത്
നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ സ്റ്റേ അറ്റ് ഹോം, വീടിനുള്ളിൽ ഇരിക്കുക എന്നുള്ളതാണ് ഇറാൻ ജനതയോട് ട്രംപ് ഇന്ന് വൈകുന്നേരം പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതുമായിട്ടൊക്കെ ബന്ധമുള്ളതാണോ എന്നറിയില്ല. നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിലെ അമേരിക്കൻ എംബസി കെട്ടിടത്തിൽ ഒരു ആക്രമണത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിൽ സ്ഫോടനം നടന്നു എന്ന് വെളുപ്പാങ്കാലത്തെ എന്ന രൂപത്തിലുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതൊരു തീവ്രവാദ പ്രവർത്തനമാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് പുതിയ റിപ്പോർട്ടിലും സൂചിപ്പിച്ചിരിക്കുന്നത്. Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Aryan Bakers, eLessons.net, Kisa Flour Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent a Car, Dr. Rasina Ayurvedic Clinic, Hain Golden Diamonds, Choco World, Abu Dhabi.